ഹായ്, ഞാൻ സലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ദുബായിലെ മിറക്കിൾ ഗാർഡനാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് ഞാൻ ദുബായിൽ പോയിരുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ ഗാർഡനാണ്. 150 മില്യൺ ഫ്ലവേഴ്സിൽ കൂടുതലാണുള്ളത്. 120 വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ 250 മില്യൺ പ്ലാന്റ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 7,80,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ പരന്ന് കിടക്കുന്ന ഗാർഡൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഫ്ലോറൽ പാരഡൈസ് എന്ന് തന്നെ പറയാം. മൂന്ന് ഗിന്നസ് ബുക്ക് റെക്കോർഡുകളാണ് ഈ ദുബായ് മിറക്കിൾ ഗാർഡൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ അവാർഡ്സും നേടിയെടുത്ത ഒരു ഗാർഡനാണ്. ഇവിടെ വന്നാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകാനേ തോന്നില്ല. അതിമനോഹരം. മണിക്കൂറുകൾ പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഏറ്റവും കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഇവിടെ കണ്ടു തീർക്കാൻ തന്നെയുണ്ട്. ദുബായ് മിറക്കിൾ ഗാർഡൻ ലോകത്തിന് സമ്മാനിച്ചത് 2013 അതും ഒരു വാലന്റൈൻസ് ഡേയുടെ അന്ന്. എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഒരു കാര്യം, ഇതൊരു മരുഭൂമിയുടെ നടുക്കായിട്ടാണ് ദുബായ് മിറക്കിൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ഗാർഡൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒക്ടോബർ തുടങ്ങി ഏപ്രിൽ മാസം വരെയാണ്. ആ സമയത്ത് മാത്രമേ വിസിറ്റേഴ്സിന് നമുക്ക് ഈ ഒരു ഗാർഡൻ കാണാനും ഒക്കെ സാധിക്കുകയുള്ളൂ. മെയ് തൊട്ട് സെപ്റ്റംബർ വരെ ഇവിടുത്തെ കാലാവസ്ഥ വളരെ ചൂടായിരിക്കും. ആ സമയത്ത് ഈ ഗാർഡൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്ന കാഴ്ച എയർബസ് A380 എന്നുള്ള പ്ലെയിനാണ്. ഇതിൻ്റെ ഫ്ലവർ സ്ട്രക്ചർ ഏകദേശം 5 lakhs ഫ്രഷ് ഫ്ലവേഴ്സ് ആണ്, ലൈവ് പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഇതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ബിഗ്ഗസ്റ്റ് ഫ്ലവർ സ്ട്രക്ചർ ഇൻ ദ വേൾഡ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് കിട്ടിയിരിക്കുന്നത്. മിറക്കിൾ ഗാർഡൻ കാണാൻ വരുന്നവർക്ക് ഓരോ വർഷവും പുതുമയേറിയ കാഴ്ചകളാണ്. കാരണം ഇതിൻ്റെ തീം ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് ആ എയർബസിൻ്റെ വൈറ്റ് കളേഴ്സാണ് ഫ്ലവേഴ്സ് എങ്കിൽ അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് റെഡ് ആവാം, അല്ലെങ്കിൽ യെല്ലോ ആവാം. അങ്ങനെ പല കളേഴ്സാണ് അതിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം 7,50,000 ലിറ്റർ വെള്ളം വേണം മിറക്കിൾ ഗാർഡനിലേക്ക് വരാനായിട്ട്. അപ്പം ഈ വെള്ളം എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു സൈഡിൽ നല്ല മരുഭൂമിയായിട്ടുള്ള ഒരു സ്ഥലം, അതിൻ്റെ അവിടെ നിന്നുള്ള ചൂട് കാറ്റ്, അവിടുത്തെ ക്ലൈമറ്റ് തന്നെ ഭയങ്കര ചൂടാണ്. അപ്പം ഈ വെള്ളം വരുന്നത് ദുബായിൽ നിന്ന് മലിനമായിട്ടുള്ള വെള്ളം ദുബായ് ഗാർഡനിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് റീഫിൽറ്റർ ചെയ്ത് നല്ല ഹൈ ക്വാളിറ്റി വാട്ടറിലേക്ക് വരികയും അതാണ് മിറക്കിൾ ഗാർഡനിലേക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ഓരോ ചെടികളിലേക്കും ഈ വെള്ളം എത്തുന്നത്. മിറക്കിൾ ഗാർഡൻ ക്ലോസ് ചെയ്തതിന് ശേഷം നൈറ്റിലാണ് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ഈ ചെടികൾക്കെല്ലാം വെള്ളം നനയ്ക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന പെറ്റൂണിയ പ്ലാന്റ്സ് ആണ്. ഏകദേശം 50 മില്യൺ ഫ്ലവേഴ്സിൽ കൂടുതലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന. പല വെറൈറ്റീസിൽ, പല കളേഴ്സിൽ പെറ്റൂണിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫോട്ടോസ് അതിന് മുന്നിൽ നിന്ന് എടുത്താലും നമുക്ക് മതി വരില്ല. രണ്ടാമത്തെ ഗിന്നസ് ബുക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്ന ഈ കാണുന്ന മിക്കി മൗസിനാണ്. ഇത് വന്നിട്ട് 18 മീറ്ററാണുള്ളത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 35 ടൺ. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ലൈവ് പ്ലാന്റ്സും അതുപോലെ തന്നെ ടോപ്പിയറി സ്കൾപ്ചറിൻ്റെ അകത്താണ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് ഡിസ്നിയുടെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള സ്കൾപ്ചേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ശരിക്കും ഇതൊരു ഡിസ്നിയുടെ ഒരു എഗ്രിമെൻറ്റോട് കൂടിയാണ് മിറക്കിൾ ഗാർഡനിൽ ഇത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്കൾപ്ചേഴ്സ് കാണാം. മിക്കി മൗസിൻ്റെയും അതുപോലെ മിന്നി മൗസിൻ്റെയും ഗൂഫിയുടെയും പ്ലൂട്ടോയുടെയും അതുപോലെ ഡീസി ഡക്ക്, ഡൊണാൾഡ് ഡക്ക്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊരു സന്തോഷമാണ്.
ദുബായ് ഗാർഡൻ കാണാൻ വരുന്നവർക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. അത് മൺഡേ ടു ഫ്രൈഡേ 9 AM to 9 PM ആണ്. അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ 9 AM to 11 PM വരെയുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയോ വന്ന് കാണുകയാണ്. കാരണം വൈകുന്നേരമായിരിക്കും ഏറ്റവും നല്ല ഒരു സമയം. ഒരു 3 മണിയോട് അടുപ്പിച്ച് വരുവാണെങ്കിൽ നമുക്ക് ആ ഗാർഡൻ നല്ല പോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പകൽ നല്ല ചൂടാണ്. മൂന്നാമത്തെ ഗിന്നസ് ബുക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്ന ലോങ്ങസ്റ്റ് ഫ്ലവർ വോൾ ഇൻ ദ വേൾഡ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ്. അത് ഏകദേശം 1 കിലോമീറ്ററോളം പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഏകദേശം 22 മില്യൺ ഫ്ലവേഴ്സാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ലിറ്റിൽ പീസ് ഓഫ് ഏതൻസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഏകദേശം 15 മില്യൺ വിസിറ്റേഴ്സാണ് ദുബായ് മിറക്കിൾ ഗാർഡൻ കാണാൻ ഇതുവരെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു ഗാർഡൻ പോയി കാണാൻ ശ്രമിക്കുക, പറ്റുന്നിടത്തോളം പേര്. കാരണം ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ നിന്ന് തീർച്ചയായിട്ടും എന്നെ പോലെ തന്നെ തിരിച്ചു പോകാൻ കഴിയില്ല. അത്ര മനോഹരമായ കാഴ്ച. ഇനി പോകാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു വീഡിയോ കാണുക. ഇതിൻ്റെ കൂടെ വേറൊരു സർപ്രൈസ് ഒളിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഗാർഡൻ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്, ദുബായ് ബട്ടർഫ്ലൈ ഗാർഡൻ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് 2013 ഇത് തുടങ്ങിയെങ്കിൽ ബട്ടർഫ്ലൈ ഗാർഡൻ തുടങ്ങിയത് 2015. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡോർ ബട്ടർഫ്ലൈ ഗാർഡനാണ്. അതുപോലെ തന്നെ ഏകദേശം 15,000 ബട്ടർഫ്ലൈസാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോ ഷേപ്പിലുള്ളത്, പല കളേഴ്സിലുള്ള ബ്ലൂ കളേഴ്സൊക്കെ, വൈബ്രൻറ്റ് കളേഴ്സൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 26 സ്പീഷീസിലുള്ള ബട്ടർഫ്ലൈസും നമുക്കവിടെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും അതും കൂടെ കണ്ടിരിക്കുക. കാരണം അതിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെല്ലുമ്പം തന്നെ നമ്മുടെ തലയിലും നമ്മുടെ കയ്യിലും ഒക്കെ വന്ന് ബട്ടർഫ്ലൈസ് ഇരിക്കുന്ന കാണാം. അത് ശരിക്കും റിലാക്സിങ് ആയിട്ടുള്ളൊരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതും പോയി കാണുക. മിറക്കിൾ ഗാർഡൻ്റെ രാവിലെ കാണുന്ന കാഴ്ചയല്ല രാത്രിയിൽ കാണുന്നത്. എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് തോന്നും നമുക്ക് ആ ഒരു ഗാർഡൻ. കാരണം രാത്രിയിൽ ലക്ഷക്കണക്കിന് ലൈറ്റുകളാണ് തെളിയുന്നത്. അതിൽ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ രാത്രിയിൽ പോലും നമുക്ക് ആ ഓരോ പൂക്കളും നമുക്ക് എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്. അതുപോലെ തന്നെ വളരെ സേഫായിട്ട് നമുക്ക് ദുബായ് എന്ന നഗരത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സുരക്ഷിതത്തോടു കൂടി നടക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 9 മണി വരെ നമുക്ക് വളരെ റിലാക്സിങ് ആയിട്ട് ആ ഒരു ഗാർഡൻ മുഴുവൻ കംപ്ലീറ്റായിട്ട് കണ്ട് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായും പുതുമേറിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.